നമസ്കാരം. അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം സ്വർണ്ണക്കടത്തിൻ്റെ ഒഴുക്ക് നിൽക്കാൻ കാരണം പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല എന്നും എല്ലാവരും കൂടി തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കി എന്നും പറഞ്ഞ നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവറിൻ്റെ സ്ഥാവര ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം 52.21 കോടി രൂപയാണ്. 20.60 കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട്. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണക്കുകളാണ് ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അൻവറിൻ്റെ കൈവശമുള്ളത് 25,000 രൂപയാണ്. 2 ഭാര്യമാരുടെ കൈവശവും 10,000 രൂപ വീതമുണ്ട്. 1.06 കോടി രൂപ വില വരുന്ന 150 പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെയും പക്കലുമുണ്ട്. 18.14 കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത്. 34.07 കോടി രൂപയുടെ സ്ഥാവര ആസ്തിയുമുണ്ട്. ബാങ്ക് വായ്പയും മറ്റുമായിട്ട് 20 കോടിയുടെ ബാധ്യതയും 2021 മത്സരിച്ചപ്പോൾ 18.57 കോടി രൂപയായിരുന്നു അൻവറിൻ്റെ ജംഗമാസ്തി. 16.94 കോടി രൂപയുടെ ബാധ്യതയും അന്ന് കാണിച്ചിരുന്നു. പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല എന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി, ഞാൻ കടക്കാരനായി, ഉടനെ തന്നെ ജപ്തി വരും, 1 ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാതാക്കി എന്നുമൊക്കെ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതുമാണ്. എന്നാൽ ഇതാ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ പോരിന് എത്തിയത് 19 സ്ഥാനാർത്ഥികളായിരുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയും ചെയ്തു. 3 പ്രമുഖ മുന്നണികളും PV അൻവറും നേർക്കുനേർ വരുന്നതോടെ നിലമ്പൂർ ഇതുവരെ കാണാത്ത വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അതേസമയം ഈ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ല എന്നും എല്ലാവരും കൂടി തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കി എന്നും പറഞ്ഞ നിലമ്പൂരിലെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ PV അൻവറിൻ്റെ കോടികളുടെ പറഞ്ഞ അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ കണക്കുകളാണ് ഈ പറയുന്ന 52.21 കോടി എന്ന് പറയുന്നത്. അപ്പോൾ കണക്കിൽപ്പെടാത്ത അത്രമാത്രം കോടികൾ അൻവറിന് കൈവശമുണ്ട് എന്നാണ് ചില തൽപര കക്ഷികളുടെ വാദമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എത്രയോ കോടികൾ കയ്യിലുണ്ട്. എന്തായാലും ഒരു 60 രൂപ ഇല്ലാത്തതിൻ്റെ പേരിൽ ഷർട്ട് അലക്കി തേച്ചിടാൻ ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞ ആ പെരും നുണ അത് പൊട്ടിത്തകർന്നിരിക്കുന്നു. ഇനിയും അൻവറിൻ്റെ കോടികളുടെ കണക്കുകൾ വരും നാളുകളിൽ വലിയ ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ സംശയമിടാം. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് അൻവർ വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ടല്ലോ. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ADGP MR അജിത് കുമാറിനും പിന്നെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനുമൊക്കെ എതിരായിട്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ആരും മറന്നിട്ടില്ല എന്നെനിക്കറിയാം. പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റും പാർട്ടിയും പ്രതിസ്ഥാനത്താകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ നടപടികളും ഇത്തരത്തിലുള്ള നിലപാടുകളുമായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയപ്പെടുന്നത് അടിമുടി കുത്തഴിഞ്ഞു കിടക്കുകയാണ് എന്നും ഉന്നതരായിട്ടുള്ള IPS ഓഫീസർമാർ തമ്മിൽ കടുത്ത ചേരിപ്പോര് നടക്കുകയാണ് എന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഭരണകക്ഷി MLA ആയിട്ടുള്ള അൻവർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ആ വെളിപ്പെടുത്തലിലൂടെ ഫലത്തിൽ സർക്കാരിനെ അടിക്കുവാനുള്ള വടി പ്രതിപക്ഷത്തിന് കൊടുക്കുകയാണ് അൻവർ അന്ന് ചെയ്തത് എന്നുള്ളതാണ്. കേരളം വളരെ ഞെട്ടലോടെയോടുകൂടി കേട്ട അൻവറിൻ്റെ വാഗ്ധോരണികളായിരുന്നു അതെല്ലാം. പിന്നെ അതിനൊക്കെ എന്തു സംഭവിച്ചു നമുക്കറിയാമല്ലോ. അന്ന് അൻവർ വെളിപ്പെടുത്തിയ കോടികളുടെ സ്വർണ്ണവേട്ടയെക്കുറിച്ചും അതിനകത്തെ സൂത്രധാരന്മാരെക്കുറിച്ചുമൊക്കെ അന്ന് പൊതുസമൂഹത്തിന് ഒരു ധാരണ കിട്ടിയിരുന്നു. ആ വെളിപ്പെടുത്തൽ പ്രകാരം സർക്കാരും പാർട്ടിയുമൊക്കെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു അത്. അങ്ങനെ PV അൻവറിൻ്റെ കരിപ്പൂരിലെ സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി SITയെ ചുമതലപ്പെടുത്തിയതും നമ്മൾ കേട്ടതാണ്. എന്നാൽ അന്ന് അൻവർക്ക് പറഞ്ഞത് സുജിത് ദാസ് മലപ്പുറം SP ആയിരിക്കുകയാണ് കരിപ്പൂരിൽ ഏറ്റവും കൂടുതൽ സ്വർണം പോലീസ് പിടിച്ചത് എന്ന്. 2.5 വർഷത്തിനിടെ പിടിച്ചത് 150 കിലോ സ്വർണമാണ്. ഇതിൽ കസ്റ്റംസ് പോലീസ് ഒത്തുകളി ഉണ്ട് എന്നാണ് PV അൻവർ അന്ന് ആരോപിച്ചത്. കൂടാതെ സ്വർണം കടത്തി പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്ത് പോലീസ് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി അൻവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് കരിപ്പൂരിൽ പിടിക്കുന്ന സ്വർണത്തിൽ വലിയൊരു പങ്ക് എന്ന് പറയപ്പെടുന്ന പോലീസ് അടിച്ചുമാറ്റി എന്നായിരുന്നു PV അൻവറിൻ്റെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. കരിപ്പൂർ എയർപോർട്ടിലെ കള്ളക്കടത്ത് കഴിഞ്ഞ 3 വർഷമായി സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഡാൻസ് ഓഫ് സംഘമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചത്. എന്നാൽ പിടികൂടുന്നവരെ കസ്റ്റംസിന് ഇവർ കൈമാറിയിരുന്നില്ല. 102 CRPC പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതും കൂടാതെ
കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം പോലീസിൻ്റെ ഇടിമുറിയുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി അതിനോടൊപ്പം വന്നിരുന്നു. അതായത് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്ന യാത്രക്കാരെ നിയമവിരുദ്ധമായിട്ട് പരിശോധിക്കുവാനും മർദ്ദിക്കാനുമാണ് ഇടിമുറി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോൾ പ്രത്യേക സ്ക്വാഡിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഇടിമുറിയിൽ ഇപ്പോഴും യാത്രക്കാരെ ഇരുമ്പ് ദണ്ടുകൊണ്ട് മർദ്ദിക്കുന്നത് എന്നുകൂടി അൻവർ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിക്കുവാനുള്ള ശുപാർശ ചെയ്തതും ഇതേ സുജിത് ദാസ് എന്ന് പറയപ്പെടുന്ന SP ആയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് അന്ന് നടത്തിയിരുന്നത് അൻവർ. പക്ഷെ അൻവറിൻ്റെ ആ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് കേൾക്കാനുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ നടക്കുന്നില്ലേ എന്ന് നമുക്ക് സംശയം തോന്നും. യാഥാർത്ഥ്യം അതല്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിരുന്നവർ തമ്മിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ വേണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കരുതാൻ. അതായത് ഒരു കൂട്ടുകൃഷി അല്ലെങ്കിൽ ഒരു കൂട്ടുകച്ചവടമായിരുന്നു അത്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വലിയ വാർത്തകൾ പോലും വരാത്തത് എന്ന്. കാരണം ഈ അൻവറിനെ പിണക്കിയതും അൻവർ ഓരോ പുതിയ വെളിപ്പെടുത്തൽ ഇനിയും നടത്തിയാൽ അത് പാർട്ടിക്കും സർക്കാരിനും ദോഷം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിയിലെ പല കുട്ടി സഖാക്കൾക്കും പെരിയ സഖാക്കൾക്കും ഈ അവിശുദ്ധ സ്വർണത്തിൽ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് വാർത്തകൾ പോലും കേൾക്കാൻ കഴിയാത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതൊരു ഇടവേളയാണ്. കാരണം പരസ്പരം കൊമ്പ് കോർത്തു നിൽക്കുന്നവർ ഒരു സമാന്തര പാതയിൽ എത്തുവാനുള്ള നീക്കുപോക്കിൻ്റെ സമയം അതാണിത്. ഇവിടെ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുസ്യൂതം ഇനിയും സ്വർണവുമായി വിമാനങ്ങൾ നമ്മുടെ കരിപ്പൂരിലും കൊച്ചിയിലും കണ്ണൂരുമൊക്കെ പറന്നിറങ്ങുക തന്നെ ചെയ്യും. പാർട്ടിയും സഖാക്കന്മാരും പിന്നെ സ്വർണത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരും ചേർന്ന് വീണ്ടും ഇവിടെ ചാകര തീർക്കും നമ്മുടെ കൊച്ചു കേരളത്തിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിലരും പോലീസിലെ ഉന്നതന്മാരും പിന്നെ കള്ളക്കടത്തുകാരും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു മണി ചെയിൻ പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ വിള്ളൽ വീഴുമെന്ന് തോന്നുമ്പോൾ എല്ലാ തീവട്ടിക്കൊള്ളകളും കുറച്ചു കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് പതിവ്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോഴത്തെ ഈ സ്വർണ്ണക്കടത്തിൻ്റെ തന്നെ ഒഴുക്കും നിലച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അൻവറിൻ്റെ വെളിപ്പെടുത്തൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതായത് ഈ നയാ പൈസ ഇല്ല എന്ന പെരുന്നുണ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കുവാൻ നോക്കിയ അൻവറിൻ്റെ വെളിപ്പെടുത്തുന്ന കോടികൾ 53,000 കോടിയോളം ആണ്. എന്നാൽ വെളിപ്പെടുത്താത്ത കോടികൾ എണ്ണമില്ലാത്തതാണ് എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ എവിടെ നിന്നാണ് അൻവറിന് ഇത്രത്തോളം പണം എന്നത് കണ്ടുപിടിക്കേണ്ടതുമാണ്. കടമാണ്, പണമില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച അൻവർ പക്ഷെ ബുദ്ധിമാനാണ്. അതുകൊണ്ടാണ് കെട്ടിയ 2 ഭാര്യമാരിലും അവരുടെയൊക്കെ ആസ്തി മാത്രം കാണിക്കുവാൻ അയാൾ ശ്രമിച്ചത്. സ്വർണത്തിലാണ് അൻവർ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും. പണമായി 2 ഭാര്യമാരുടെയും കൈവശം 10,000 രൂപ വീതമുണ്ട് എന്നും എന്നാൽ 1.05 കോടി രൂപ വില വരുന്ന 150 പവൻ ആഭരണം ഓരോ ഭാര്യമാരുടെയും പക്കലുണ്ട് എന്നും അങ്ങനെ കണക്കിലെ കളികളിൽ മുൻപനാണ് അൻവർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി അന്വേഷിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് അൻവറിൻ്റെ ഈ പണത്തിൻ്റെ ഉറവിടം കൂടിയാണ്. അത് കണ്ടെത്തേണ്ടതാണ്. കോടികൾ മറിയുന്ന ഈ തന്ത്രം എന്താണ് എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.